മുതിർന്ന പത്രപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം. കേവലം ഒരു ശാസ്ത്രജ്ഞനായ താങ്കൾക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ താങ്കളുടെ ദീർഘവീക്ഷണം, അതായത് സമ്പൂർണമായിട്ടുള്ള ലിറ്ററസി മിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാൻ കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ഭാഭ ആറ്റമിക് BRC ഉദ്യോഗം രാജിവെച്ചത്? BRC രാജിവെക്കാനുള്ള ഒരു പ്രധാന കാരണം 1960കളുടെ അവസാനമായപ്പോഴേക്കും ലോകത്തെമ്പാടും ശാസ്ത്രജ്ഞന്മാര് ആണവശക്തി അപകടകരമാണ്, അതിന് ഇന്ന ദൂഷ്യങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ 1962 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ഞാൻ 1970 വായിച്ചത്. പോപ്പുലേഷൻ കൺട്രോൾ ത്രൂ ന്യൂക്ലിയർ പൊല്യൂഷൻ, ആണവ മലിനീകരണം ഉപയോഗിച്ചുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം. ഏതാണ്ട് ഒന്നാണ് പിന്നെ ചെർണോബിളിൽ സംഭവിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാരകമായ റേഡിയേഷൻ ഏറ്റ ഒരു അപകടം അവിടെ സംഭവിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാമെന്നും അപകടം ഉണ്ടായില്ലെങ്കിൽ പോലും ആറ്റമിക് എനർജി ദ്രോഹം ചെയ്യുമെന്നും വ്യാപകമായ പഠനഫലങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ആ സമയത്താണ് അമേരിക്കയിൽ 1974 മുതൽ ഏതാണ്ട് ഒരു 5-6 കൊല്ലം നീണ്ടുന്ന ഒരു വലിയ വിവാദം. രണ്ട് സൈഡിലും നോബൽ ലോറൻസുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. ഒരാൾ ആറ്റമിക് എനർജി ഉള്ളൂ, രക്ഷ വേറെ ഒന്നുമില്ല എന്ന വാദം. മറ്റേ കൂട്ടർ ആറ്റമിക് എനർജി മഹാ അപകടമാണ്, ഒരു കാലത്തും ഒരിക്കലും വേണ്ട എന്നുള്ള ഒരു നിലപാട്. അവസാനം അമേരിക്ക ഈ ആറ്റമിക് എനർജി വേണ്ട, ഇനി ഒരിക്കലും വേണ്ട എന്നൊരു തീരുമാനം 1978 എടുത്തു. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ ഇതൊക്കെ വായിച്ചു നോക്കലും പഠിക്കുന്ന നോക്കിയപ്പോൾ ഇന്ത്യയിൽ ആറ്റമിക് എനർജി അഭിലഷണീയമല്ല എന്ന ഒരു നിഗമനത്തിലെത്തി. അപ്പൊ പിന്നെ അവിടെ ജോലി ചെയ്യുന്നതിന് അർത്ഥമില്ല. അതേ സമയത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ ദാർശനിക മേഖലയിലും പ്രസിദ്ധീകരണ മേഖലയിലും അധ്യാപന മേഖലയിലും ഒക്കെ പ്രവർത്തിക്കാനുള്ള ആൾക്കാർ വേണം. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് അതിനകം ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവർക്കൊരു ഫുൾ ടൈം പ്രവർത്തകനെ വേണം. ചിന്താ പബ്ലിഷേഴ്സ് എന്നൊരു പ്രസിദ്ധീകരണശാല തുടങ്ങണം. അപ്പോൾ ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് ഫുൾ ടൈം ആയിട്ട് ഇതിന് വരികയാണ് ചെയ്തത്. ആറ്റമിക് എനർജി അതിനെക്കുറിച്ചിട്ടുള്ള താങ്കളുടെ സമീപനം ഇതാണ് എങ്കിൽ ഇന്നത്തെ പരിസ്ഥിതിയിൽ എന്താണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ അഗ്രിമെന്റ്? ഇത്രയും കാര്യങ്ങൾ ഒരു ഭാഗം ആൾക്കാർ, ജനത ഇപ്പോഴും അതിനെ നഖശിഖാന്തം എതിർക്കുകയും ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ പരിസ്ഥിതിയിൽ ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിരുന്ന കൂടംകുളം ആറ്റമിക് റിയാക്ടറിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ, സമരങ്ങൾ, ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കാമോ? ഞാൻ 1960കളിലും 70കളിലും എൻ്റെ ഒരു നിലപാട് പതുക്കെ പോയാൽ മതി, അത് വലിയ പ്രോഗ്രാം പാടില്ല. അപ്പൊ സാധാരണ ഇപ്പോൾ വേണ്ട, ഇവിടെ വേണ്ട എന്നൊരു നിലപാടാണ് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ ചെർണോബിളിലെ ദുരന്തം കഴിഞ്ഞ് അതിൻ്റെ ഇതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇവിടെ എവിടെയും വേണ്ട, ഒരിക്കലും വേണ്ട, ഒരു ദിക്കിലും ഒരു കാലത്തും ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള ഒരു